ഹൈക്കോടതിയിൽ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡൽഹി ഹൈക്കോടതിക്ക് പിന്നാലെ ബോംബെ ഹൈക്കോടതിയിലും ബോംബ് ഭീഷണി ലഭിച്ചു. ഇന്ന് രാവിലെ 11:00 ഡൽഹി ഹൈക്കോടതിയിൽ 3 ഇടങ്ങളിലായിട്ട് ബോംബ് വെച്ചെന്നുള്ള ഭീഷണി സന്ദേശം എത്തിയത്. ഇമെയിൽ വഴിയാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ ഡൽഹി ഹൈക്കോടതിയിലേക്ക് എത്തുകയും വിവിധ സ്ഥലങ്ങളിലായിട്ട് പരിശോധന ഒക്കെയും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായി യാതൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയ ഉടൻ തന്നെ പല ബെഞ്ചുകളും അവസാനിപ്പിച്ച് ജഡ്ജിമാരടക്കമുള്ളവർ ഈ പരിസരം വിട്ട് പുറത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചിരുന്നു. പ്രത്യേകിച്ച് അഭിഭാഷകരടക്കമുള്ളവർ ഇവിടേക്ക് പുറത്തു പോകാനാണ് ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ പരിശോധനകളാണ് ഇപ്പോൾ ബോംബ് സ്ക്വാഡിൻ്റെ ഭാഗത്തുനിന്നും ഡൽഹി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ വിവിധ സ്കൂളുകൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അടിക്കടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. मेल को भी आप देखेंगे, देखने में हम पता कर सकते हैं कि नॉन स्पेसिफिक है, बट फिर भी पूरा प्रिकॉशनरी तौर पे जो स्टैंडर्ड ऑपरेटिंग प्रोसीजर होता है उसको ध्यान में रखते हुए पूर्णतः चेक कर लिया गया और ये हॉक्स है. ഭീഷണി സന്ദേശം എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകൻ മുജീബ് ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. രാവിലെ എത്ര മണിയോട് കൂടിയാണ് ഈ ഒരു സന്ദേശം എത്തിയത്? എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഒരു 11:30 ഈ ഒരു ഇമെയിൽ വന്നത്, ഇങ്ങനെ ബോംബ് ത്രെട്ടുള്ള മെയിൽ വന്നത്. ഉടനെ തന്നെ ഇവിടെ നോർമലായിട്ട് കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് പാനിക്കായി, എന്താണ് ഏതാണെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഇത്. പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു മെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞു. ജഡ്ജസും അതുപോലെ ലോയേഴ്സും അതുപോലെ തന്നെ പാർട്ടീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും പെട്ടെന്ന് കോർട്ടിലെ സ്റ്റാഫിനോടൊക്കെ പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. വലിയ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു, ധാരാളം ആൾക്കാർ, ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര പാനിക്കായിരുന്നു, ആളുകൾ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ എല്ലാവരും കോർട്ട് ആ സമയം തന്നെ പിരിച്ചുവിട്ട എല്ലാ കേസുകളും നിർത്തിവെച്ച് നിൽക്കുകയാണ്. അതുതന്നെയാണ് പോലീസും അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സംശയാസ്പദമായി യാതൊന്നും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ സ്കൂളുകൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അടിക്കടിയായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ 1.